Hello everyone. So welcome to another programming session. So Python practice പ്രോഗ്രാമിങ്ങിൽ ഈ ഒരു സെഷനിൽ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സാമ്പിൾ ഇൻപുട്ടും സാമ്പിൾ ഔട്ട്പുട്ടും എങ്ങനെയായിരിക്കും, അതിനുശേഷം ഇതിൻ്റെ ലോജിക് നമുക്ക് എങ്ങനെയായിരിക്കാം അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ ചെയ്യാം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യൂമറിക് ക്യാരക്ടേഴ്സ് മാത്രം വരുന്ന ഒരു സ്ട്രിങ് ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് സപ്പോസ് 1 2 3 4 5 6 7 8 and 9 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പം ഇത് ഇൻപുട്ടായിട്ട് തരുന്നത് ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും തരുന്നത്, നോട്ട് ലൈക്ക് എ ന്യൂമറിക്കൽ ഇൻറ്റിജർ ആയിട്ടായിരിക്കില്ല തരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഈവൻ ആയിട്ടുള്ള ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് വരുന്ന അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം എനിക്ക് വേണ്ടത്. ദെൻ ഫൈനലി എനിക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത് അതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിലായിരിക്കും വരേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈവൻ ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, പിന്നെ വരുന്നത് 4 ആണ്, അതിനുശേഷം 6 ആണ്, അതിനുശേഷം 8 ആണ്. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ഈവൻ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഈവൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് നേരെ തിരിച്ചിട്ടാൽ നമുക്ക് എങ്ങനെയായിരിക്കും വരിക, നമുക്ക് വരുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 6 4 2. അപ്പോൾ എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8642. എനിക്ക് ഈ ഔട്ട്പുട്ട് വരേണ്ടത് ഒരു ഇൻറ്റിജറായിട്ടും ഇൻപുട്ട് പോകുന്നത് ഒരു സ്ട്രിങ് ആയിട്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടേണ്ടിയിരിക്കുന്നത്. സോ ഇതെങ്ങനെ കോഡിൽ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് വേറൊരു ഇൻപുട്ടിൽ എങ്ങനെ വരും നോക്കാം. ജസ്റ്റ് ഇതിപ്പം കറക്റ്റ് 1 2 3 അതേ ഓർഡറിൽ വന്നുകൊണ്ടാണ്. നമുക്ക് വേറൊരു ഇൻപുട്ട് നോക്കാം. ലൈക്ക് 2 6 1 3 1 1 4. സപ്പോസ് ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഈവനായിട്ടുള്ള ഡിജിറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 6ഉം 4ഉം മാത്രമാണ്. സോ അതേ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 6 4 ആണ് വരേണ്ടത്, ബാക്കിയെല്ലാം ഈവൻ ഓഡാണ്. ഇതിനെ നേരെ തിരിച്ച് നമുക്ക് വേണ്ടത് 4 6 2 എന്നാണ്. അത് നമുക്ക് പക്ഷേ ഇൻറ്റിജറായിട്ട് വേണം വേണ്ടത്, അതായത് 462 എന്ന ഔട്ട്പുട്ടായിരിക്കണം ഔട്ട്പുട്ടിൽ വരേണ്ടത്. അപ്പോൾ റിക്വയർമെൻറ്റ് ഏകദേശം ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതെങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫിൽട്ടറിങ് ഓപ്ഷൻ, അതായത് ഈവൻ ഡിജിറ്റ്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. ഫിൽറ്റർ ഈവൻ ഡിജിറ്റ്സ് ഓർ ക്യാരക്ടർ. കാരണം ഞാനിവിടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ബിക്കോസ് ഇത് നമുക്ക് സ്ട്രിങ് ആയിട്ടാണ് ഇൻപുട്ട് തരുന്നത്, നോട്ട് ലൈക്ക് ആൻ ഇൻറ്റിജർ. സോ അതുകൊണ്ട് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കണം. അതിൽ തന്നെ ഈവൻ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് വേണ്ടത്. കുറച്ചും കൂടെ പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈവൻ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ചെടുക്കേണ്ടത്. അത് വരുന്ന ഓർഡറിൽ തന്നെ വരണം. അതിനുശേഷം ആയിരിക്കണം നമ്മളതിനെ റിവേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ദ ഓർഡർ ഓഫ് ദെയർ അപ്പിയറൻസ് തന്നെ വേണം. ഇൻ ദ ഓർഡർ ഓഫ് ദെയർ അപ്പിയറൻസ്. ഇനി അതിനുശേഷം നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ് വരുന്ന നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത ക്യാരക്ടേഴ്സിൻ്റെ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് അതിനെ മാറ്റണം എന്നുള്ളതാണ്. സോ റിവേഴ്സ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യണം. അതിനുശേഷം അപ്പോഴും അത് സ്ട്രിങ് തന്നെ ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുക, കാരണം നമ്മൾ ഇൻപുട്ട് സ്ട്രിങ്ങിനെ വെച്ചാണ് ചെയ്യുന്നത്. അതിനെ കൺവേർഷൻ ടു ഇൻറ്റിജർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 1 2 3 3 സ്റ്റെപ്പുകൾ നമുക്കിതിലുണ്ട്. ഇനി ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് 1 and 2 നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് സെയിം റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് വരിക. അതായത് നമുക്ക് ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത ശേഷം ഇതിനെ റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ
ഒറിജിനൽ ഇൻപുട്ടിനെ ഫുള്ളി റിവേഴ്സ് ചെയ്ത ശേഷം ഫിൽട്ടറിങ് ചെയ്യാം. രണ്ട് ചെയ്താലും സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമുക്ക് എല്ലാ കേസിലും കിട്ടുന്നത്. സോ അത് നമ്മുടെ പ്രയോജനത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഫിൽട്ടറിങ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? നമുക്കറിയാം ഫോർ ലൂപ്പ് വെച്ച് നമുക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ നമുക്ക് ഐട്രേഷൻ പോസിബിൾ ആണ്. സോ ഫോർ ലൂപ്പ് വെച്ച് ഓരോ ക്യാരക്ടേഴ്സായിട്ട് എടുത്ത ശേഷം അത് ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേറൊരു സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടും ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ വെച്ച് ചെയ്യാൻ സാധിക്കും അതിൽ ഫിൽട്ടറിങ് ഓപ്ഷൻ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സിംപിളി ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ് ബ്ലോക്കിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മുടെ ഒരു സാമ്പിൾ ഇൻപുട്ടിന് വേണ്ടി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കറിയാം അത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം എനിക്ക് വേണ്ടത് ലൂപ്പിൽ ഓരോന്നായിട്ട് ഐട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫോർ സി ഇൻ സാമ്പിൾ ഇൻപുട്ട് പ്രിൻറ്റ് സി. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ എല്ലാ റിക്വയർമെൻറ്റ്സും ചെയ്യുന്നതിന് പകരം അതിനെ ഏറ്റവും സിമ്പിൾ ഫോർമിൽ ആക്കി മാറ്റിയ ശേഷം അത് ആദ്യം സോൾവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് വെർഷൻ ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരിടത്തും എത്താത്ത രീതിയിൽ ഒരു എന്താ പറയുക, നമുക്കൊരിപ്പോൾ ഒരു റിക്രൂട്ടറിനെ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഔട്ട്പുട്ടും കാണിക്കാൻ പറ്റാതെ പോയി എന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു അജൈൽ പ്രിൻസിപ്പിൾ എന്നാണ് ഇതിന് പറയുക. അതിൻ്റെ ഏറ്റവും മിനിമൽ വെർഷൻ സോൾവ് ചെയ്ത ശേഷം അതിലോട്ട് ഫർദർ ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഐട്രേറ്റ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് ആദ്യം ചെയ്തത്. ഇനി അടുത്ത വെർഷൻ എന്തായിരിക്കും? നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഈവൻ മാത്രം പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയിരിക്കും നമ്മുടെ അടുത്ത വെർഷൻ. സോ നമുക്കിവിടെ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇടാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇത് ക്യാരക്ടറായിട്ടാണ് വരുന്നത്. സോ അതിനെ ഇൻറ്റിജർ ആക്കിയാൽ മാത്രമേ നമുക്കത് ഈവൻ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റൂ. സോ മോഡുലസ് ഓഫ് 2 = 0 ആണെങ്കിൽ അത് ഈവൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം പ്രിൻറ്റ് ചെയ്യുക എന്നുള്ള റിക്വയർമെൻ്റ് ആണെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് 2 4 6 8 തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അഗെയിൻ ഓരോന്നും ക്യാരക്ടേഴ്സാണ്. ഇനി അടുത്തത് വേണ്ടത് നമുക്കിതിനെയെല്ലാം ആ വരുന്ന ഓർഡറിൽ തന്നെ ഒരു വേരിയബിളിലോട്ട് അല്ലെങ്കിൽ സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഔട്ട്പുട്ട് സ്ട്രിങ് empty ആയിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ സ്ട്രിങ് ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളി പ്ലസ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പുട്ട് സ്ട്രിങ് ഈക്വൽസ് പ്ലസ് സി ഇങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഷോർട്ട് ഫോം, അതായത് ഈ വേരിയബിൾ ഈക്വൽ സിമ്പിളിന് അപ്പുറയും ഇപ്പുറയും വരുന്നുണ്ട് ഇത് ഓപ്പറേറ്റർ. സോ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എഴുതാനായിട്ട് നമുക്ക് ആ ഒരു പ്ലസ് ഈക്വൽസ് യൂസും വരും. കാരണം ഇതൊരു ലെങ്തി നെയിം ആയതുകൊണ്ട് തന്നെ ഈ വേരിയബിളിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി ആ ഒരു കോഡ് ലൈനിൻ്റെ ലെങ്ത് ഒരുപാടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ലൂപ്പിൻ്റെ അകത്തും എന്തൊക്കെയായിരിക്കും ഔട്ട്പുട്ട് സ്ട്രിങ്ങിൽ വരുന്നതെന്ന് നോക്കാം. സോ ആദ്യമേ empty സ്ട്രിങ് ആയിരുന്നുണ്ടായിരുന്നു, അതിലോട്ട് 2 വന്നു. ദെൻ 2യുടെ എൻഡിലോട്ട് 4 വന്നു, 4ൻ്റെ എൻഡിലോട്ട് 6 വന്നു, അതിനുശേഷം 8 വരെ വന്നു. അപ്പോൾ നമ്മളത് ഓരോ ലൂപ്പിൻ്റെ അകത്ത് ഇത് പ്രിൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ ട്രാൻസിഷനും വന്നിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഔട്ട്പുട്ടിലോട്ട് ഏറ്റവും ഫൈനൽ ഔട്ട്പുട്ട് മാത്രം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇനി ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. സോ റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളി ഇൻഡെക്സിങ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഔട്ട്പുട്ട് സ്ട്രിങ് ഈക്വൽസ് ഔട്ട്പുട്ട് സ്ട്രിങ്ങിനെ നമ്മൾ സ്ട്രിങ് റിവേഴ്സലിൻ്റെ യൂസേജ് എല്ലാം സെയിം ആണ്. സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും ബ്ലാങ്ക് ആക്കി കൊടുത്ത ശേഷം സ്റ്റെപ്പ് വാല്യൂ നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റിവേഴ്സിൽ വരും. സോ അതിനുശേഷം നമ്മളതിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ടിലോട്ട് എത്തി. പക്ഷേ ഇപ്പോഴും അത് സ്ട്രിങ് ആയിട്ടാണുള്ളത്. അതിനെ ഇൻറ്റിജറാക്കി മാറ്റാനായിട്ട് നമുക്കിവിടെ ഇൻറ്റ് ഓപ്പറേഷൻ കൊടുത്ത്
റിവേഴ്സ് ചെയ്തതിന് ശേഷം ഇൻറ്റിജറാക്കി മാറ്റിയ ശേഷം നമുക്കത് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മളിത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് അറിയാൻ പറ്റില്ല. അതിൻ്റെ ടൈപ്പ് എടുത്ത് നോക്കിയാൽ മാത്രമേ അത് ഇൻറ്റിജർ ആണോ സ്ട്രിങ് ആണോ എന്നറിയത്തുള്ളൂ. സോ നമുക്കതൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ടൈപ്പ് കൂടെ കൊടുത്ത ശേഷം ഓക്കെ, ഇൻറ്റിജറായി വന്നിട്ടുണ്ട്. സോ ഇത് ഒരു മെത്തേഡ് ഓഫ് സോൾവിങ് ദിസ് പ്രോബ്ലം ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് ഫിൽറ്ററിങ് കഴിഞ്ഞ ശേഷമാണ് റിവേഴ്സൽ ചെയ്തത്. സപ്പോസ് നമുക്കിത് നേരെ തിരിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെ ആസ് സച്ച് നമുക്ക് റിവേഴ്സ് ചെയ്യാം. സോ ഞാൻ ആദ്യമേ തന്നെ അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് ഇവിടെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ഇൻഡെക്സും ഇൻഡെക്സും സെയിം ലീവ് ചെയ്ത ശേഷം സ്റ്റെപ്പ് സൈസ് കൊടുക്കുന്നു. സോ ഇവിടുത്തെ ആ ഇൻഡെക്സിങ് റിവേഴ്സിങ് ഓപ്പറേഷൻ ഞാൻ ഒഴിവാക്കി ഈ ലൈനിൽ കാണിച്ചിരുന്നത്. സോ അതിന് പകരം ജസ്റ്റ് ഇൻറ്റിജർ കൺവേർഷൻ മാത്രമാണ്. സോ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ആ ഇൻ്റർചേഞ്ചബിൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, അത് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇത് നമുക്ക് ഫർദർ വേറൊരു മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സോ നമുക്ക് ലിസ്റ്റാക്കി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ സ്ട്രിങ്ങിനെ ലിസ്റ്റാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് അഡീഷണലി ഇവിടെ ഒരു ലിസ്റ്റ് ടൈപ്പ് കാസ്റ്റിംഗ് ഫംഗ്ഷൻ കൂടെ വരും എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ. ഇവിടെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് വരുന്നേ ഉള്ളൂ. അതിനെ സ്ട്രിങ്ങിനെ ഇതിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് സാമ്പിൾ ഇൻപുട്ടിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതേ ഓപ്പറേഷൻസ് ചെയ്യുന്നു എന്ന് മാത്രമേ അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കോഡിൻ്റെ ലെങ്തിലോ അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റെപ്സിലോ റിഡക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ആ സ്റ്റെപ്പ് തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം നോക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ വെച്ച് എങ്ങനെ ചെയ്യാം നോക്കാം. സോ നമുക്കറിയാം ലിസ്റ്റ് കോംപ്രിഹെൻഷനിൽ നമ്മൾ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് ഐട്രേറ്റ് ചെയ്ത് പോകണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഒരു സിമ്പിൾ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എഴുതുവാണ്. എക്സ് ഫോർ എക്സ് ഇൻ സാമ്പിൾ ഇൻപുട്ട്. അതിനുശേഷം നമുക്കതെന്താണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതെന്ന് നോക്കാം. സി എല്ലാ ക്യാരക്ടേഴ്സും ആസച്ച് അവിടെ നിൽക്കുന്നുണ്ട്. സപ്പോസ് എനിക്കിതിനകത്ത് നിന്ന് ഈവൻ ആയിട്ടുള്ളത് മാത്രമേ ഇവിടെ റിട്ടേൺ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു ബ്രിങ് ദാറ്റ് കണ്ടീഷൻ. സോ ഇഫ് എക്സ് മോഡുലസ് 2 = 0, പക്ഷേ എക്സ് സ്ട്രിങ് ആണ്, അതിനെ ഇൻറ്റിജറാക്കി മാറ്റിയ ശേഷം അതിൻ്റെ മോഡുലസ് ഓഫ് 2 = 0 ആണെങ്കിൽ മാത്രം നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സ്ട്രിങ്ങിൽ ഇതുണ്ട്. ഈ ഔട്ട്പുട്ട് സ്ട്രിങ്ങിനെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സിമ്പിളി സ്ട്രിങ് ഇൻഡെക്സിങ് യൂസ് ചെയ്യാം. സോ -1 കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സായി. ഇനി ഇപ്പോൾ നമുക്കിത് ലിസ്റ്റായിട്ടാണ് ഉള്ളത്. ഇതിനെ നമുക്ക് സ്ട്രിങ് ആക്കാനായിട്ട് ടൈപ്പ് കാസ്റ്റിംഗ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. സോ ഇതിനെ തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ജോയിനിങ് ഓപ്പറേഷൻ വെച്ച് ഇതിനെ കമ്പൈൻ ചെയ്യാം. സോ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് വേറെ പ്രത്യേകിച്ച് സ്പേസോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സോ ഒന്നുമില്ല. സോ നമുക്ക് സിംപിളി empty സ്ട്രിങ് കൊടുത്ത ശേഷം ജോയിൻ ഔട്ട്പുട്ട് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രിങ് ആസ് സച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് ഇതിനെ വീണ്ടും ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ ഈ കോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ആ കോഡ് ലൈൻ മൊത്തത്തിൽ ഒരു ഇൻറ്റിജർ കൺവേർഷൻ ഫംഗ്ഷനിലോട്ട് വിളിക്കുവാണ്. സോ ഇതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്തു. സോ നമ്മുടെ ഔട്ട്പുട്ട് സ്ട്രിങ്ങിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റീഅസൈൻ ചെയ്യാം. അതിനുശേഷം ഇതിനെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുത്ത് നോക്കാവുന്നതാണ്. സോ ഈ രീതിയിലും നമുക്ക് ഇതേ കോഡ് എക്സാമ്പിൾ ചെയ്യാവുന്നതാണ്. ഇതിൽ പല ലൈൻസും നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലൈനിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. കുറച്ചും കൂടെ ഒരു ഷോർട്ട് നെയിംസ് ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ സാമ്പിൾ ഇൻപുട്ടിന് പകരം എസ് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അതുപോലെ ഔട്ട്പുട്ടിന് പകരം ഒ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. സോ ഇവിടെ എസ് തന്നെ ആക്കി മാറ്റണം. അതിനുശേഷം ഇവിടെ രണ്ടിടത്തും ഒ ആക്കി മാറ്റാം. സോ ഇനി ഇതിനെ നമ്മൾ ഒന്നുകൂടെ ഷോർട്ടൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ
ഈ ലാസ്റ്റ് ലൈനിൽ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ വരുന്ന കാര്യം മുകളിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ആവശ്യം വരില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇൻറ്റ് കൺവേർഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഓപ്പറേഷൻ ഒറ്റ ലൈനിൽ തന്നെ ചെയ്ത് തീരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സിംഗിൾ ലൈനിൽ ഈ പറഞ്ഞ കോഡ് ചെയ്ത് തീർക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ലൈൻസിൽ എഴുതുന്നതിന് പകരം സിംഗിൾ ലൈനിലോട്ട് അതിനെല്ലാം കൊണ്ടുപോകുന്നു കുറച്ചും കൂടെ ഷോർട്ടർ വേരിയബിൾ നെയിംസ് ഒക്കെ യൂസ് ചെയ്ത് ലിസ്റ്റ് കോംപ്രിഹെൻഷനും അതുപോലെ ജോയിൻ ഓപ്പറേഷനും സ്ട്രിങ് റിവേഴ്സലും എല്ലാം ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈപ്പും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റിജർ എന്നുള്ള രീതിയിൽ അത് അറിയാൻ പറ്റും. ഓക്കെ, സോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. പല മെത്തേഡ്സ്, അതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡും ഈസി ആയിട്ടുള്ള മെത്തേഡും ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സും എല്ലാം മനസ്സിലാക്കുക. സോ ദാറ്റ് അങ്ങനെയുള്ള ബിൽഡിംഗ് ബ്ലോക്കുകൾ വെച്ചിട്ട് മറ്റ് പ്രോബ്ലംസ്, പുതിയ പ്രോബ്ലംസ് എൻകൗണ്ടർ ചെയ്യുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ.